എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. നമ്മൾ ഹോസ്പിറ്റലിലെ നഴ്സസിനെ മാലാഖമാർ എന്നാണ് വിളിക്കാറുള്ളത് അല്ലേ? തീർച്ചയായിട്ടും ആ ഒരു ടൈറ്റിലിന് അർഹതപ്പെട്ടവർ തന്നെയാണ്. അതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. എന്നാൽ കേരളത്തിലെ ഒരു പ്രമുഖ നഴ്സിംഗ് കോളേജിൽ നിന്ന് വരുന്ന വാർത്തകൾ നമ്മുടെ മനസാക്ഷിയൊക്കെ അത്രത്തോളം ഞെട്ടിക്കുന്ന ഒന്നാണ്. അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ 3 പേര് തൻ്റെ സഹപാഠിയായിട്ടുള്ള അമ്മു സജീവിനോട് ഉള്ള പെരുമാറ്റം നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റാത്തതിനും അപ്പുറമായിരുന്നു. അതീവ ക്രൂരവും അതീവ പൈശാചികവുമായിട്ടാണ് ഈ 3 പെൺകുട്ടികൾ അമ്മുവിനോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. തൽഫലം എന്ത് സംഭവിച്ചു? അമ്മു കടുത്ത മാനസിക സമ്മർദ്ദത്തിലാകുകയും അത് സഹിക്കാൻ പറ്റാതെ ആ പാവം പെൺകുട്ടി ജീവനൊടുക്കുകയും ചെയ്തു. അമ്മുവിൻ്റെ അമ്മയും ഹെഡ് നേഴ്സ് ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അമ്മയൊക്കെ ഒരു മാതൃകയാക്കി, ഒരുപക്ഷെ അമ്മയൊക്കെ കണ്ട് അമ്മയെ പോലെ ആയി മാറണം എന്നൊക്കെ ചിന്തിച്ച് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു പാവം പിടിച്ച പെൺകുട്ടി ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. മൈഗ്രെയിന്, സൈനസൈറ്റിസും, അതുപോലെ തന്നെ ആ അമ്മുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ആ നടുവിന് ചെറുതായിട്ട് ഒരു വളവുള്ള ഒരു ശാരീരിക അവസ്ഥയുമുണ്ട്. അപ്പോൾ അത്രത്തോളം ജീവിതത്തോട് പൊരുതി ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് കോളേജിലേക്ക് വന്ന പെൺകുട്ടിയാണ്. ഇനി ഈ ഒരു കേസിലുടനീളം അമ്മുവിന്റെ സ്വഭാവം നോക്കുവാണെങ്കിൽ അത്രത്തോളം ക്രൂരമായിട്ട് പെരുമാറിയ പെൺകുട്ടികളോട് പോലും മാപ്പ് കൊടുക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അമ്മുവിനുണ്ടായിരുന്നത്. എനിക്കാരുടെയും ജീവിതം കളയണമെന്ന് ആഗ്രഹമില്ല, എന്നെ വെറുതെ വിട്ടാൽ മതി, ഞാൻ എൻ്റെ വഴിക്ക് പൊക്കോളാം എന്ന് പ്രിൻസിപ്പാളുടെ മുമ്പിൽ വെച്ച് ഈ 3 പെൺകുട്ടികളെ നിർത്തി അമ്മു പറഞ്ഞു. അമ്മുവിന് വേണമെങ്കിൽ പരാതി കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു കോളേജിൽ നിന്ന് അവര് പഠിത്തം നിർത്തി പോകേണ്ടി വന്നേനെ. കാരണം ഒഫൻസ് എന്താണ്? റാഗിംഗ് ആണ്. ഏതാനും കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു പയ്യൻ ക്രൂരമായിട്ടുള്ള റാഗിങ്ങിന് ഇരയായി. അത് റാഗിങ് മാത്രമല്ലായിരുന്നു, ശാരീരിക പീഡനമായിരുന്നു. അവനെ ബെൽറ്റ് വെച്ച് അടിക്കുക, അവൻ്റെ ശരീരം ആസകലം മർദ്ദിക്കുക തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അവസാനം അവന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആ ഒരു പയ്യനും ജീവനെടുത്ത വാർത്ത, അതിൻ്റെ ഞെട്ടൽ നമുക്ക് മാറിയിട്ടില്ല. ആ ഒരു വിദ്യാർത്ഥികളെയൊക്കെ റിമാൻഡ് ചെയ്ത് അവരുടെ ജീവൻ തൊലഞ്ഞു. ഒരു സിൻജോ ജോൺസൺ, ഞാൻ ഇപ്പോഴും അവൻ്റെയൊക്കെ പേര് ഓർമ്മയുണ്ട്, അന്ന് ആ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതിൻ്റെ നമ്മുടെ ആ ഒരു ട്രോമ വിട്ടുമാറുന്ന മുമ്പേ കേൾക്കുന്നത് റാഗിങ്ങിനെ തുടർന്ന് മറ്റൊരു പെൺകുട്ടി ജീവനെടുത്തു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ ക്യാമ്പസ് റാഗിങ് എന്നുള്ളത് ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള ഒന്നല്ല. ബോയ്സും റാഗ് ചെയ്യുന്നു, ഗേൾസും റാഗ് ചെയ്യുന്നു. ഇത് സംഭവിക്കുന്ന കാര്യമാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ പ്രമുഖമായിട്ടുള്ള കോളേജുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനോട് ചോദിച്ചു നോക്കൂ. ഇത് തമിഴ്നാട് കോളേജുകളിലൊക്കെ വളരെ വ്യാപകമായിട്ട് കിടപ്പുണ്ട്. ഈ തമിഴ്നാട്ടിലേക്കൊക്കെ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കാനായിട്ട്, അവിടെ നഴ്സിംഗും ഒക്കെ പഠിക്കാനായിട്ട് ഒരുപാട് പേര് പോകുന്നില്ലേ? അവർ പറയുന്ന കഥകൾ അത്രത്തോളം ഞെട്ടിക്കുന്ന ഒന്നാണ്. ഈ റാഗിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ അത് പുറത്തു വരാൻ വലിയ പാടാണ്. മറ്റൊരു ക്രൈം പോലെ അത് പെട്ടെന്ന് പുറത്തു വരില്ല. ആ ഒരു റാഗിങ്ങിന് ഇരയാകുന്ന വിദ്യാർത്ഥിക്ക് അത്രത്തോളം വലിയൊരു ആപത്ത് സംഭവിച്ചാൽ മാത്രമാണ് പലപ്പോഴും ഇത് വരാറുള്ളത്. ഈവൻ ആ പൂക്കോട് കോളേജിലെ കാര്യം എടുത്തു നോക്കൂ. ആ ഒരു സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നത് എല്ലാവരും ബാൽക്കണിയിൽ അവിടെ ചുറ്റും നിന്ന് കാണുകയാണ്. എന്നിട്ട് പോലും ഇത് പുറത്തു വന്നോ? ഇല്ല. പോലീസ് വന്നിട്ട് പോലും അവരോട് പോലും പറയാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സിദ്ധാർത്ഥൻ ആ ഒരു ജീവൻ ഒടുക്കിയതുകൊണ്ട് മാത്രമാണ് ആ വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് റാഗിങ്ങിന്റെ ഏറ്റവും വലിയൊരു അപകടമായിട്ടുള്ള ഒരു സംഭവം. എന്നാൽ ഇത് പുറത്തു വരാൻ വലിയ പാടാണ്. ഒരു 10,000-ൽ 1 കേസൊക്കെ മാത്രമേ നമ്മൾ അറിയത്തുള്ളൂ. നമ്മൾ പറയാറുണ്ട് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാലഘട്ടമാണ് ക്യാമ്പസ് ലൈഫ് എന്നുള്ളതല്ലേ. പക്ഷേ എല്ലാവർക്കും അങ്ങനെയല്ല. മറ്റു ചിലർക്ക് ഈ റാഗിങ്ങിനൊക്കെ ഇരയാകുന്ന വ്യക്തിക്ക് ഇത് റാഗിങ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു വിളിച്ചു വരുത്തി പാട്ട് പാടിക്കുന്നത് മുതൽ അല്ലെങ്കിൽ ഒരു ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്നത് മുതൽ അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള ശാരീരിക ഉപദ്രവം വരെ പോകുന്നത് എന്തും റാഗിങ് ആണ്. റാഗിങ്ങിന്റെ നിർവചനമൊക്കെ പറയാം. പക്ഷേ ആ ഒരു ഇരയാകുന്ന വ്യക്തികളെ സംബന്ധിച്ച് ക്രൂരമായിട്ടുള്ള റാഗിങ് ഉണ്ടല്ലോ. ഇപ്പൊ സിദ്ധാർത്ഥനെയൊക്കെ പോലുള്ള വ്യക്തികളെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ഏറ്റവും ട്രോമകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു കാലഘട്ടമായി മാറും ഈ ക്യാമ്പസ് ലൈഫ് എന്നുള്ളത്. അവൻ ജീവിതത്തിൽ ഒരിക്കലും അതിന്റെ ഭീതി ചിലപ്പോൾ വിട്ടുമാറില്ല. അങ്ങനെ എത്രയോ വിദ്യാർത്ഥികളുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡി നമുക്ക് കാണാൻ പറ്റും. അവർക്ക് ആകെപ്പാട് ആത്മവിശ്വാസമില്ലാത്ത, ആരെയും ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാത്ത, എല്ലാവരെയും ഭീതിയോടെ നോക്കുന്ന, സംശയത്തോടെ നോക്കുന്ന ഒരു വ്യക്തിയായി മാറുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. എത്രത്തോളം സിനിമകൾ ഈ ഒരു കാര്യം പോർട്രേ ചെയ്തിട്ടുണ്ട്. എന്താണ് റാഗിംഗ് എന്ന് ഒറ്റവാക്കിൽ പറയുവാണെങ്കിൽ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ശാരീരികമോ മാനസികമായിട്ട് ഉപദ്രവിക്കുകയോ വിദ്യാർത്ഥിയിൽ ഭീതിയോ ജാള്യതയോ വേവലാതിയോ ഭയമോ ഉണ്ടാകുന്ന രീതിയിലുള്ള ഏതൊരു തരത്തിലുള്ള പെരുമാറ്റം, അത് വാക്കുകൊണ്ടാകാം, എഴുത്തുകൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ ഒരു ആക്ഷൻ കൊണ്ടാകാം, എന്തുവാണെങ്കിലും അത് റാഗിംഗ് ആണ്. അല്ല, റാഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർദ്ദിക്കുകയോ അവനെ പിടിച്ച് എന്തെങ്കിലും ചെയ്യുക മാത്രമല്ല, മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അത് റാഗിംഗ് ആണ്. സേ നോ ടു റാഗിംഗ്. അത് വളരെ ക്രിമിനൽ കുറ്റമാണ്. ചെയ്ത് പുറത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം തൊലഞ്ഞു പോകും നിങ്ങളുടെ. ആ പൂക്കോട് കോളേജിലെ പിള്ളേരുടെ അവസ്ഥ നോക്കൂ. ജീവിതം തീർന്നു. അവനൊക്കെ സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ടവരായിട്ട് അവരൊക്കെ ജീവിക്കേണ്ടി വരും. അതിലൊരു വിദ്യാർത്ഥിയുടെ, ഒരു പയ്യന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. ഇത് വിഷമം സഹിക്കാൻ പറ്റാതെ.
കുടുംബത്തിനും എല്ലാം നാണക്കേടായി നിങ്ങളുടെ ജീവിതം തൊലയും. സേ നോ ടു റാഗിങ്. അതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഇനി നമുക്ക് അമ്മു സജീവിന്റെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ആ 3 രാക്ഷസികളുടെ പേരും വിവരങ്ങളൊക്കെയാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഏതെങ്കിലും മാധ്യമത്തിൽ നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാകും, ഒരുപാട് വാർത്തകൾ വായിച്ചിട്ടുണ്ടാകും, എവിടെയെങ്കിലും ഇവരുടെ ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലേ. അതാണ് അവർക്ക് കിട്ടുന്ന പ്രിവിലേജ് എന്നുള്ളത്. എന്തിനേറെ പറയുന്നു, കഷായം ഗ്രീഷ്മ, മുൻകാമുകനെ ക്രൂരമായിട്ട് കൊന്ന കഷായം ഗ്രീഷ്മയെ പറ്റിയിട്ട് ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൾ മിടുക്കിയാണെന്നാണ്. ഈ കൊലയാളി മിടുക്കിയാണ്, റാങ്ക് ഹോൾഡർ ആണെന്നുള്ള കാര്യമാണ്. എന്തായാലും ഞാൻ അവരുടെ പേര് വിവരങ്ങളൊക്കെ പുറത്തുവിടാം. ഒന്ന് ചങ്ങനാശ്ശേരി സ്വദേശിയായിട്ടുള്ള AT അഷിതയാണ്. 2 പത്തനാപുരം സ്വദേശിയായിട്ടുള്ള അലീന ദിലീപാണ്. 3 കോട്ടയം അയർക്കുന്നം സ്വദേശിയായിട്ടുള്ള അഞ്ജന മധുവാണ്. ഇവിടെ കാണുന്നതാണ് അവരുടെ ഫോട്ടോ എന്നുള്ളത്. ഇതിൽ ഏറ്റവും ക്രൂരമായിട്ട് ഏറ്റവും ബ്രൂട്ടലി പെരുമാറുന്ന ഒരു വ്യക്തിയാണ് അഞ്ജന. ഭൂമിക്ക് ഭാരമായ 3 ജന്മങ്ങൾ. ഒരുപക്ഷെ ഈ സംഭവത്തോടെ അവരുടെ മാതാപിതാക്കൾക്ക് തോന്നിയേക്കാം ഇവരെ സൃഷ്ടികർമ്മം ചെയ്യുന്നതിന് പകരം ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന്. അമ്മു സജീവ് തിരുവനന്തപുരം ഐരൂപ്പാറ സ്വദേശിനിയാണ്. 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി. അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. ഏതാനും കുറച്ച് നാൾക്കുള്ളിൽ നഴ്സിംഗ് സർട്ടിഫിക്കേഷൻ കിട്ടി അമ്മയെ പോലെ ഒരു നേഴ്സായിട്ട് ഹോസ്പിറ്റൽസിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരുപാട് സ്വപ്നം കണ്ട പെൺകുട്ടി. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു. അതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് പഠിത്തവുമായിട്ട് നല്ല മാർക്ക് സമ്പാദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്തെന്നാൽ ഈ 3 രാക്ഷസികളും അമ്മുവിന്റെ മുൻ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു എന്നുള്ളതാണ്. അമ്മുവിന്റെ അച്ഛൻ പറയുന്നുണ്ട് ഇവർ പലപ്പോഴായിട്ട് വീട്ടിലൊക്കെ വന്നിട്ടുള്ളതാണ്. വീട്ടിലൊക്കെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോയവരാണ്. അവരാണ് അമ്മുവിനോട് ഈ ക്രൂരത ചെയ്തിട്ടുണ്ടായിരുന്നത്. പല സൗഹൃദങ്ങളും ഇങ്ങനെയാണ്. പുറമോടിയിൽ ഭയങ്കര സൗഹൃദമാണ്, സ്നേഹമാണ്, അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഫ്രണ്ടായിട്ട് പെരുമാറുന്ന പോലെയൊക്കെ കാണിക്കുമെങ്കിലും ഉള്ളിൽ ഈ ഒരു പകയും വിദ്വേഷവും വൈരാഗ്യവും ആ ഒരു വ്യക്തിയോട് എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കാത്തൊരു മനസ്സുമായിരിക്കും ഉള്ളത്. അതെന്ത് സൗഹൃദമാണ്? അത് കപട സൗഹൃദമാണ്. എന്തായാലും നമുക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നും അമ്മുവിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമ്മു കുറെ നാളായിട്ട് ഇവരിൽ നിന്ന് ക്രൂരമായിട്ടുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം ലെവൽ വരെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മു തന്റെ അച്ഛനോട് സഹോദരനോട് ഇതിനെപ്പറ്റി പൊട്ടിക്കരഞ്ഞ് പറയുന്നുണ്ട്. അങ്ങനെ അച്ഛൻ കോളേജ് പ്രിൻസിപ്പളിന് ഒരു പരാതി കൊടുക്കുകയാണ്. എന്നിട്ട് കോളേജ് പ്രിൻസിപ്പൾ അച്ഛനെ വിളിപ്പിക്കുന്നുണ്ട്. പക്ഷെ അച്ഛൻ ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിരിക്കുന്ന കാരണം ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ കോളേജ് ഇതിനു വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തെ പറ്റി പഠിക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ പ്രിൻസിപ്പളിന് സംഭവം മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഈ 3 പെൺകുട്ടികൾ അമ്മുവിനെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നു, അമ്മുവിനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പരാതി. അങ്ങനെ കോളേജ് ആ ഒരു അന്വേഷണ കമ്മിറ്റി രൂപീകരിക്കുമല്ലോ. അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഇത് പറയുന്നുണ്ട്, അതായത് ശരിയാണ് ഇവർ ദ്രോഹിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഈ 4 പേരെയും, അതായത് ഈ 3 രാക്ഷസികളെയും അമ്മുവിനെയും പ്രിൻസിപ്പാളിന്റെ മുറിയിൽ വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് അമ്മുവിനോട് ചോദിക്കുന്നുണ്ട് എന്ത് ആക്ഷൻ എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ അമ്മു പറഞ്ഞത് എന്നെ ജീവിക്കാൻ വിട്ടാൽ മതി, എന്നെ ദ്രോഹിക്കാതിരുന്നാൽ മതി, അവരുടെ ഭാവി, അവരെ കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ട് അവരുടെ ഭാവി കളയണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല, എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്, ഞാൻ പഠിച്ചു പൊക്കോട്ടെ എന്ന് പറഞ്ഞ അമ്മുവിന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ അവരുടെ കോളേജ് ക്യാമ്പസ് ജീവിതം തീർക്കാമായിരുന്നു. അമ്മു ചെയ്തില്ല. അത്രത്തോളം ഒരു സ്നേഹവും അത്രത്തോളം നല്ല മനസ്സിനുടമയായിരുന്ന വ്യക്തിയായിരുന്നു എന്നൊക്കെ ആ ഒരു കാര്യത്തിൽ നിന്ന് പറയാം. അമ്മുവിന്റെ അച്ഛനോട് പ്രിൻസിപ്പാൾ നേരിട്ട് എന്ന് പറഞ്ഞ കാര്യമാണിത്. അങ്ങനെ അവർ വീണ്ടും പഠിക്കാനൊക്കെ അനുവദിക്കുകയാണ്. ഇവിടെ ഇവരുടെ മനസ്സ് എത്രത്തോളം ക്രൂരമാണെന്ന് എടുത്തു കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് ഈ കോളേജിൽ എത്ര വലിയ വില്ലന്മാരാണെങ്കിലും പ്രിൻസിപ്പാളിന്റെ മുറിയിലേക്കൊക്കെ വിളിച്ചൊരു വാണിംഗ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊന്ന് ഒതുങ്ങും. കാരണം അവർക്കറിയാം പ്രിൻസിപ്പാളൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ഇവർ പഠിക്കാൻ സമ്മതിക്കത്തില്ലെന്ന്. കോളേജിന്റെ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് വില്ലൻ, എന്ത് റാഗിങ്, ഒന്നുമില്ല, അവനൊന്നും അല്ലല്ലേ. അപ്പോൾ അതിനുശേഷം അവരൊന്ന് ഒതുങ്ങും. അത് ചെറിയൊരു വാണിംഗ് ആണ്, വേറെ എന്തെങ്കിലും കാര്യത്തിനാകാം. ഇത് റാഗിങ്ങിന്റെ പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച ഒരു അന്വേഷണം നടന്നു. അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിൻസിപ്പാൾ വിളിച്ചു വരുത്തി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അമ്മുവിന്റെ ആ ഒരു സഹതാപം കൊണ്ട് മാത്രം, അതിനുശേഷം ആ സഹതാപത്തിന്റെ അടിസ്ഥാനത്തിൽ, അമ്മുവിന്റെ ആ നല്ല മനസ്സിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവരുടെ പഠനം പോലും അവിടെ തുടരാൻ പറ്റിയിട്ടുണ്ടായിരുന്നതല്ലേ. എന്നിട്ടും ഇവർ അമ്മുവിനെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് കിട്ടിയോ? അതായത് ഒരു റാഗിങ്ങിന്റെ പേരിൽ അമ്മുവിന്റെ ഒറ്റ വാക്കിൽ മാത്രം അവിടെ കോളേജ് പഠനം തുടരുന്ന ഈ 3 രാക്ഷസികള് അമ്മുവിനെ വീണ്ടും ഉപദ്രവിക്കുകയാണ്. അപ്പൊ എത്രത്തോളം ക്രൂരമായിട്ടുള്ള മെന്റാലിറ്റി ആയിരിക്കും അവർക്കുള്ളത്. കോളേജിൽ നിന്ന് പുറത്താക്കിയാലും ഞങ്ങൾക്കൊരു പുല്ലുമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പ്രിൻസിപ്പളിനെ പോലും പേടിയില്ല, കോളേജ് മാനേജ്മെന്റും ഒരു പുല്ലുവില, ഇന്ത്യൻ നിയമങ്ങളെയും പുല്ലുവില. അങ്ങനത്തെ 3 വ്യക്തിത്വങ്ങളായിരുന്നു ഈ 3 മഹതികൾ എന്നുള്ളത്. പലപ്പോഴായിട്ട് ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. നമ്മൾ ഈ കോളേജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉള്ളൊരു പ്രത്യേകത എന്തെന്നാൽ ഇതിന്റെ യഥാർത്ഥ കാരണം പുറത്തു വരണമെങ്കിൽ അവിടുത്തെ തന്നെ ഇവരുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സിനോട് തന്നെ ചോദിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ഞാനിപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും അത് മാത്രമാണ് കാരണമെന്ന്. അപ്പോൾ ഇവിടെ പറയുന്ന പ്രകാരം ഈ അമ്മുവും ഈ 3 പേരുമായിട്ട്
പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. അമ്മുവിനല്ല പ്രശ്നം, ഇവർക്കാണ് പ്രശ്നം. അമ്മുവിനോടുള്ള അസൂയയും പകയും വിദ്വേഷവും അവരുടെ ക്രൂരമായിട്ടുള്ള മനസ്സാണല്ലോ. ഇപ്പൊ നമ്മൾ വാർത്ത കാണാറില്ല, ബസ്സിൽ കണ്ടക്ടറെ കയറി കുത്തിക്കൊന്നു. അതുപോലത്തെ തന്നെ ക്രൂരമായിട്ടുള്ള, അതായത് ഇവിടുത്തെ നിയമത്തെ ഒന്നും പേടിയില്ല, എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല എന്നുള്ള ചിന്താഗതിയുള്ളവർ തന്നെയാണ് ഈ 3 പേര്. അപ്പോൾ ഇവരുടെ ഇടയിൽ പലപ്പോഴായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. ഇവർ ചെയ്ത കാര്യം എന്തെന്നാൽ അമ്മുവിനെ പലപ്പോഴായിട്ട് കുടുക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഒരു ഇമേജ് ഡാമേജ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ഒരു മോശക്കാരിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. ഈ രോഗികളുടെ പേര് വിവരങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ലോഗ് ബുക്ക് ഉണ്ട്, ഒരു രജിസ്റ്റർ എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ ലോഗ് ബുക്ക് കാണാതെ പോവുകയാണ്. ഇവിടെ കാണാതെ പോയപ്പോൾ അത് അവസാനം കണ്ട പെൺകുട്ടി പോലും അല്ല പരാതിപ്പെടുന്നത്, മറിച്ച് ഈ മൂവർ സംഘമാണ് ഒരു ടീച്ചർ മുഖാന്തരം ഇത് ലോഗ് ബുക്ക് കാണാതെ പോയി എന്ന് പറയുന്ന ഒരു പരാതി കൊടുക്കുന്നത്. പരാതി കൊടുത്ത ശേഷം ഇവരെന്താണ് ചെയ്തതെന്ന് അറിയാവോ? ഇത് നേരെ അമ്മുവിന്റെ തലയിലേക്ക് ഇടുകയാണ്. അതായത് ഇത് അമ്മുവാണ് കട്ടത് എന്ന് വരുത്തി തീർക്കാനായിട്ട് ഇവർ ശ്രമിക്കുകയാണ്. അമ്മുവിനെ അവിടെ പരസ്യമായിട്ട് ക്ലാസ്സിലൊക്കെ നാണം കെടുത്തുന്ന സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നീയല്ലേ ലോഗ് ബുക്ക് ഇട്ടത്, ആ ലോഗ് ബുക്ക് ഇട്ടിട്ട് എന്തിനായിരുന്നു, അത് കൊണ്ടുപോയി നീ എന്താണ് ചെയ്തത്, അത് നിനക്ക് എന്തിനാണ്, അത് അടിച്ചു മാറ്റിയിട്ട് എന്തിനാണെന്നൊക്കെ പറഞ്ഞ ഒരു ലോഗ് ബുക്ക് അടിച്ചു മാറ്റുന്ന ഒരു വ്യക്തിത്വമായിട്ട് അമ്മുവിനെ അവിടെ വളരെയേറെ അപമാനിക്കുകയാണ്. അത്രത്തോളം ഷെയിം ചെയ്യുകയാണ് ഈ മൂവർ സംഘം. മറ്റൊരു ആരോപണം ഇവർ അമ്മുവിന് നേരെ ഉന്നയിക്കുന്നത് ഇതിലൊരു പെൺകുട്ടിയുടെ പൈസ കാണാണ്ട് പോയി എന്ന് പറയുകയാണ്. ഇവർ 4 പേരും ഒരു ഹോസ്റ്റലിലാണ് കേട്ടോ. അപ്പോൾ ഈ പൈസ പോയി, അപ്പോൾ എല്ലാവരുടെ ബാഗിലൊക്കെ തപ്പുന്നുണ്ട്. അങ്ങനെ അമ്മു കടന്ന മുറിയിലേക്കും ഒക്കെ ഇവർ വന്ന് തപ്പുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നീയല്ലേ കട്ടത്, നിനക്ക് പൈസയുടെ ആവശ്യങ്ങളില്ലേ, നീയാണ് കട്ടത്, നീ പൈസ കള്ളിയാണെന്നും പറഞ്ഞിട്ട് അവിടെയും ഇവർ അമ്മുവിനെ ക്രൂരമായിട്ട് ഹരാസ് ചെയ്യാണ്. ഇതെല്ലാം റാഗിംഗ് ആണ്. നമ്മൾ പലപ്പോഴും റാഗിംഗ് എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള ഒന്നാണെന്ന് ചിന്തിക്കുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. അല്ല, ശാരീരികവും മാനസികവും അതുപോലെ തന്നെ ആ ഒരു വിദ്യാർത്ഥിയിൽ ഭയമോ ജാള്യതയോ അപമാനമോ അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് കുറയുന്ന അവസ്ഥയോ ഒക്കെ ഉണ്ടാക്കുന്ന ഏതൊരു തരത്തിലുള്ള പെരുമാറ്റവും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എഴുത്ത് കൊണ്ടോ എന്തോ ആയിക്കൊള്ളട്ടെ, അതെല്ലാം റാഗിംഗ് പരിധിയിലുള്ള കാര്യങ്ങളാണ്. അമ്മു ഇതെല്ലാം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം അമ്മുവിന്റെ ലക്ഷ്യം എന്നാൽ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ പഠിച്ചൊരു വശത്തുകൂടെ പൊക്കോളാം, എനിക്ക് നേഴ്സായാൽ മതി, എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോട്ടെ എന്നൊരു ചിന്തയുള്ളൊരു പാവം പെൺകുട്ടിയായിരുന്നു അല്ലേ. അങ്ങനെ ഇരിക്കുകയാണ് കോളേജ് ടൂർ വരുന്നത്. ആ കോളേജ് ടൂറിൻ്റെ കോർഡിനേറ്ററായിട്ട് ക്ലാസ് ടീച്ചറോ HODയോ മറ്റോ അമ്മുവിനെ നിയമിക്കുകയാണ്. അപ്പോൾ ഇത് മറ്റ് മൂവർ സംഘത്തിന് വലിയ ഒരു വിദ്വേഷം ഉണ്ടാക്കിയാണ്. അവളെ പിടിച്ച് ടൂർ കോർഡിനേറ്റർ ആക്കിയിരിക്കുന്നു, ഞങ്ങളൊക്കെ പിന്നെ എന്തിനാണ് നിൽക്കുന്നത്, അവളാരാണ്, ഈ ഒന്നിനും കൊള്ളാത്ത അവളാണ് ടൂർ കോർഡിനേറ്റർ ആയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു രാക്ഷസ സ്വഭാവം പുറത്തു ചാടുകയാണ്. പകയും വിദ്വേഷവും അക്രൂരതയും ഒക്കെ അവിടെ ആളിക്കത്തുകയാണ്. അങ്ങനെ ആ ഒരു സമയത്ത് കുട്ടിയുടെ അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്, ആ ഒരു ടോയ്ലറ്റിന്റെ ഭാഗത്ത് വെച്ചിട്ട് ഈ 3 പേരും കൂടെ ഈ അമ്മുവിനെ കയ്യേറ്റം ചെയ്യാൻ, അഞ്ജന അമ്മുവിനെ അടിക്കാനൊക്കെ ശ്രമിക്കുകയാണ്, കയ്യോങ്ങി അടിക്കാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അവസരത്തിൽ അമ്മുവിന് മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവിടെ കിടക്കുകയാണ്, കഴിക്കാൻ വരാതെ കിടക്കുകയാണ്. കഴിക്കാനായിട്ട് മെസ്സിൽ റൈസ് ഒരു എന്തോ മാർക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അമ്മു കിടക്കുകയാണ്. ഇവർ 3 പേരും കൂടെ വന്നിട്ട് അമ്മുവിനെ കട്ടിലൊക്കെ പിടിച്ചു കുലുക്കി അമ്മുവിനെ വലിച്ച് അവിടുന്ന് കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുകയാണ്. നീ വന്നേ പറ്റത്തുള്ളൂ, നിന്നെ അങ്ങനെ കിടക്കാൻ ഞങ്ങളൊന്നും അനുവദിക്കില്ല, നീ എന്ത് തലവേദനയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ വന്ന് കഴിച്ചേ പറ്റത്തുള്ളൂ, അങ്ങോട്ട് വന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മേലാതെ കിടക്കുന്ന കുട്ടിയെ പോലെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയാണ്. വെറുതെ വിട്ടില്ല. അമ്മു ഈ വിവരങ്ങളെല്ലാം തന്നെ തൻ്റെ നോട്ട്ബുക്കിൽ ഡയറി കുറിപ്പായിട്ട് കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് അത് കണ്ടെടുത്തിട്ടുമുണ്ട്. അതിൽ പറയുന്നത് ആ 3 രാക്ഷസികൾ അത്രത്തോളം ക്രൂരമായിട്ടാണ് ഉപദ്രവിക്കുന്നത്. ഇനി അങ്ങനെ തുടരുവാണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ പരമാവധി സഹിക്കാൻ ശ്രമിച്ചു, ഇനിയും തുടരുവാണെങ്കിൽ നിയമ നടപടിക്ക് നിങ്ങൾ വിധേയരാകേണ്ടി വരുമെന്ന് തന്നെയാണ്. അവസാനത്തെ മറ്റൊരു ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് ഐ ക്വിറ്റ് എന്നാണ്, ഞാൻ നിർത്തുന്നു. ഐ ക്വിറ്റ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിലും ദുരൂഹതകളുണ്ട് കേട്ടോ. ദുരൂഹതകളെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. എന്തായാലും നമ്മൾ വ്യക്തമായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതിൻ്റെ അപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പോലീസ് ഇവിടെ കൃത്യമായിട്ട് ഇവരുടെ ക്ലോസ് സർക്കിലുള്ള ഫ്രണ്ട്സിനോട് ചോദിക്കണം. ഹോസ്റ്റലിൽ തൊട്ടടുത്ത മുറികളിലോ ആ മുറികളിലോ ഒക്കെയുള്ള വ്യക്തികൾ ഉണ്ടാകുമല്ലോ, ഇവരോടെല്ലാം ചോദിച്ച് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരു കോളേജിൽ നടക്കുന്ന വിഷയങ്ങളുടെ 1%, 2% മാത്രമേ പുറത്തു വരത്തുള്ളൂ. സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ എന്തായിരുന്നു, അതായത് സിദ്ധാർത്ഥനെ നടുക്കുള്ള ഓപ്പൺ കോർട്ടിൽ വെച്ചിട്ടായിരുന്നു അത്രത്തോളം ക്രൂരമായിട്ട് നമ്മൾ ചില സിനിമകൾ, സൈക്കോ സിനിമകളൊക്കെ കാണത്തില്ല, അതുപോലെ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നത്. അത് കണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ചുറ്റും നിൽപ്പുണ്ടായിരുന്നു. ആരെങ്കിലും തുറന്നില്ല. പിന്നീട് അത്രയും വിഷയങ്ങളായപ്പോഴാണ് കുറച്ച് കാര്യങ്ങളെങ്കിലും പുറത്തറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോളേജുമായിട്ട് സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു വിഷയം വരുമ്പോഴേക്കും അതിനെ കുറച്ച് ശതമാനം കാര്യങ്ങൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ദയവായിട്ട് പോലീസും ആ കുട്ടിയുടെ കുടുംബമൊക്കെ ഇടപെട്ടിട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ട് യഥാർത്ഥ വിഷയത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ, അത് എത്രത്തോളം തീവ്രമായിട്ടാണ് അമ്മു മാനസിക പീഡനം നേരിട്ടതെന്ന് നമ്മൾ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഒരിക്കലും ഒരു അമ്മുവും ആവർത്തിച്ചുകൂടാ. അതാണ് എനിക്ക് പറയാനുള്ളത്. സേ നോ ടു റാഗിങ്. ഈ വിഷയങ്ങളെല്ലാം അമ്മു തന്റെ അച്ഛനെയും ചേട്ടനെയും വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ചേട്ടൻ പറയുന്നുണ്ട്, മോളെ നീ ടൂറിന് പോകണ്ട, നീ എൻ്റെ കൂടെ. ചേട്ടൻ ചെന്നൈയിൽ ഒരു കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ചെന്നൈയിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും റിട്ടേൺ ടിക്കറ്റും ഒക്കെ ബുക്ക് ചെയ്യുന്നുണ്ട്. അത് 24-ാം തീയതിയിലൊക്കെ ആയിരുന്നു അല്ലേ. പക്ഷേ അതിനു മുമ്പ് അമ്മു ജീവൻ വെടിയുകയാണ്. ആ ഒരു ഇൻസിഡന്റിലേക്ക് വരുവാണെങ്കിൽ നവംബർ 15-നായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്. നവംബർ 15 വൈകിട്ട് ഒരു 5 മണി കഴിഞ്ഞപ്പോൾ അമ്മു ഹോസ്റ്റലിന്റെ
4ാം നിലയിൽ നിന്നും ചാടി എന്നുള്ളതാണ് പറയപ്പെടുന്നത് എന്ന് പറയാനായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതായത് 4ാം നിലയിൽ നിന്ന് ചാടി താഴത്തുനിന്ന് ആ ഒരു ശരീരം അപ്പോൾ ജീവനുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിൽ തൊട്ടടുത്തുള്ളത് പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലാണ്. അങ്ങനെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്ന് ഈ ഒരു ഹോസ്പിറ്റലിന്റെ അനാസ്ഥയെ പറ്റിയിട്ട് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ ആദ്യം തന്നെ എക്സ്റേ അടിക്കുകയാണ്. മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഇവിടെ മോളിൽ നിന്ന് വീഴുന്നൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന സാധാരണ ഒരു ബയോളജി പഠിക്കുന്ന സ്റ്റുഡൻറ്റിനോട് ചോദിച്ചാൽ പോലും അറിയാം, മോളിൽ നിന്ന് വീഴുന്നൊരു വ്യക്തിക്ക് പുറത്തൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. തലയിടിച്ചൊക്കെയാണ് വീണിട്ടുണ്ടെങ്കിൽ ആന്തരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഒരു ആക്സിഡന്റ് ആയിരുന്നു, പുറത്തൊരു പ്രശ്നങ്ങളൊന്നുമില്ല. തലയുടെ അകത്തായിരുന്നു ഇഞ്ചറി ഉണ്ടായിരുന്നത്. ബ്ലഡ് ക്ലോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ ജീവൻ വെടിയേണ്ടി വന്നു. അതാണ് വീഴ്ചയുടെ ഏറ്റവും വലിയ പ്രശ്നം. പത്തനംതിട്ട ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിലെ സൂപ്രണ്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് സർജറിക്ക് ആവശ്യം വരും, അപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അമ്മുവിനെ ഉടനടി മാറ്റേണ്ടതുണ്ട്. പക്ഷെ ഇവർ മാറ്റിയത് ഒക്കെ കുടുംബം ആരോപിക്കുന്നുണ്ട്. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണെന്ന് നോക്കുവാണെങ്കിൽ, അതായത് മെഡിക്കൽ കോളേജ് ഏതാണെന്ന് നോക്കുവാണെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് 70 കിലോമീറ്റർ ആണുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് 100 കിലോമീറ്റർ ഉണ്ടല്ലേ. ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ആംബുലൻസ് ഏകദേശം ഒരു 6 മണി കഴിഞ്ഞപ്പോൾ ആണ് വിളിക്കുന്നത്. ആംബുലൻസ് വരാനായിട്ട് 40 മിനിറ്റോളം വൈകി. അങ്ങനെ 7 മണിക്കടുത്താണ് അമ്മുവിനെ കൊണ്ടുപോകാൻ തന്നെ സാധിക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴേക്കും അവിടെ ഡോക്ടേഴ്സ് അമ്മു മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുകയാണ്. ഒരു പക്ഷേ അമ്മുവിനെ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഇപ്പോൾ എനിക്കറിയാവുന്ന തൊട്ടടുത്ത് തന്നെ, പത്തനംതിട്ടയുടെ അടുത്ത് തന്നെ, ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ല, പ്രൈവറ്റ് ആണെങ്കിലും അങ്ങോട്ട് റെഫർ ചെയ്ത് വിടായിരുന്നു. ആ ഡോക്ടറിന്റെ യുക്തിപരമായിട്ട് ചിന്തിച്ച് അവിടെ ബിലീവേഴ്സ് ഉണ്ട്, തിരുവല്ല ബിലീവേഴ്സ്, അതുപോലെ തന്നെ പരുമല ഹോസ്പിറ്റലുണ്ട്. ഇതൊക്കെ രണ്ടും മികച്ച ഹോസ്പിറ്റൽസ് തന്നെയല്ലേ. അപ്പോൾ അങ്ങോട്ടൊക്കെ റെഫർ ചെയ്യായിരുന്നു. ഇവർ നേരെ ഇത്രയും ദൂരത്തുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കായിരുന്നു റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ആ ഒരു പത്തനംതിട്ട ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു അനാസ്ഥ തന്നെയാണ്. ആംബുലൻസും വൈകിയാണ്. ഇനി ആംബുലൻസിന്റെ കാര്യം പറയുവാണെങ്കിൽ അടിയന്തരമായിട്ടുള്ള ശുശ്രൂഷ സംവിധാനം ഇല്ലാത്ത തരത്തിലുള്ള ആംബുലൻസ് ആയിരുന്നു. ഓക്സിജനും ഒക്കെ കൊടുത്ത് കൊണ്ടുപോകുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആംബുലൻസ് ഉണ്ടല്ലോ, അതൊന്നും അല്ലായിരുന്നു. ഒരു സാധാ ആംബുലൻസിൽ ഇത്രയും ശാരീരിക അവസ്ഥയിലുള്ള ഒരു രോഗിയാണ് ഇത്രയും 100 കിലോമീറ്റർ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഒരു പക്ഷേ അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കൃത്യമായിട്ടുള്ള ശുശ്രൂഷയോടെ കൊണ്ടുപോയിരുന്നെങ്കിൽ അമ്മു ഇന്നും ഒരു പക്ഷേ ജീവനോടെ കണ്ടേനെ. അത് വലിയൊരു നഷ്ടമാണ് നമുക്ക്. ഇവിടെ അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ചില ദുരൂഹതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമ്മു ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴത്തോട്ട് ചാടി ആത്മഹത്യ ചെയ്തു എന്നാണല്ലോ പറയപ്പെടുന്നത്, അല്ലെ? അമ്മു ചാടി എന്ന് പറയുന്ന ഈ കെട്ടിടത്തിന്റെ മുകളിലെ ആ സ്പോട്ട് ഉണ്ടല്ലോ, അവിടെ ഒരു കൈവരിയുമുണ്ട്, ഷീറ്റ് ചരിച്ചു വെച്ചിട്ടുള്ള മേൽക്കൂരയുമുണ്ട്. ഇനി അവിടുന്ന് ഊർന്നിറങ്ങി ചാടിയാൽ തന്നെ നേരെ പോയി പതിക്കാൻ പോകുന്നത് ഒരു സൺഷെയ്ഡിലായിരിക്കും. ആ സൺഷെയ്ഡ് തട്ടി നിൽക്കുകയോ അല്ലെങ്കിൽ അവിടെ തട്ടി ആ ഒരു അതിന്റെ ഇമ്പാക്ട് കുറയുകയോ, നിലത്തോട്ട് പോകുന്നതിന് ഇമ്പാക്ട് കുറയുകയോ ഒക്കെ സംഭവിക്കാം. പക്ഷേ അമ്മു അവിടുന്നാണ് ചാടിയെന്നാണ് ഇവർ പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ആത്മഹത്യ ചെയ്യാൻ, അതായത് ചാടാൻ തുനിഞ്ഞിറങ്ങിയിട്ടുള്ള വ്യക്തി അങ്ങനത്തെ ഒരു സ്പോട്ടിൽ നിന്ന് ചാടാൻ ശ്രമിക്കുമോ? മറ്റേതെങ്കിലും ഭാഗത്ത് നിന്നല്ലേ ചാടാൻ ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ ഇവരെ എങ്ങനെയാണ് പറയുന്നത് അമ്മു അവിടെ നിന്നാണ് ചാടിയതെന്ന്? ഇനി ഇവിടെ മറ്റൊരു സംശയം എന്തെന്നാൽ, ഇത് ഏറ്റവും മുകളിലാണല്ലോ, താഴത്തൊക്കെ ഹോസ്റ്റലിന്റെ ഫ്ലോർസ് ആണ് വരുന്നതല്ലേ. മറ്റൊരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ ഒരു സംശയം മാത്രമാണ്. തൊട്ട് താഴത്ത് ഹോസ്റ്റലിന്റെ പ്രദേശത്ത് വെച്ചിട്ട് ഈ വിദ്യാർത്ഥിനികളും അമ്മുവുമായിട്ട് ഒരു ഉന്തും തള്ളും, ഒരു പിടിവലി ഉണ്ടാകുകയും അങ്ങനെ ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന്, ആ ഒരു ഫ്ലോറിൽ നിന്ന് അമ്മു നിലത്തേക്ക് വീണതാണെങ്കിലോ? ആ ഒരു സ്പോട്ട് വെച്ചിട്ടാണ് ഇവർക്ക് കള്ളം പറയാൻ പറ്റത്തില്ല മറ്റൊരു സ്ഥലത്താണ് വീണതെന്നല്ല. കാരണം അമ്മു വീണ് കിടക്കുന്ന സ്ഥലം കൃത്യമായിട്ട് പോലീസും ഒക്കെ വന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള സ്ഥലമായിരിക്കും. അവിടുത്തെ ഒരുപാട് സ്റ്റുഡൻസും ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലേ. അതുകൊണ്ട് ആ സ്പോട്ട് കള്ളം പറയാൻ പറ്റത്തില്ല. അപ്പൊ ഈ നിലയെന്നാണ് വീണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ഇതിന് നേരെ മുകളിലുള്ള ആ ഒരു നിലയിൽ, ആ ഒരു ടെറസ് ആയിരിക്കാം, എന്താണെങ്കിലും അവിടുന്ന് ചാടിയെന്ന് പറയുന്ന ഒരു സംഭവമാണ് ഉള്ളതെങ്കിലോ? ഇവിടെ ഇനി ഇത് പറയാൻ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹോസ്റ്റൽ വാർഡൻ സുധർമണി എന്നാണ് പേര്, സുധാമണി എന്നാണ് പേര്. അപ്പോൾ ഈ സുധാമണി പറയുന്നത് അമ്മും ഈ 3 പേരുമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല, അയ്യോ തങ്കപ്പെട്ട 4 വിദ്യാർത്ഥിനികളല്ലേ അവർ 4 പേരും എന്നൊക്കെയാണ് ഈ സുധാമണി പറയുന്നത്. എങ്കിൽ സുധാമണിയോടൊന്ന് ചോദിച്ചോട്ടെ, അമ്മുവിന്റെ മുറി എന്ന് പറഞ്ഞ 2ാം നിലയിലായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് അമ്മുവിന് താഴത്തെ നിലയിലേക്ക് മുറി മാറ്റിയിട്ടുണ്ടായിരുന്നത്? ഹോസ്റ്റലിൽ തന്നെ പല പ്രശ്നങ്ങൾ നടന്നതായിട്ട് അവിടുത്തെ തന്നെ വിദ്യാർത്ഥിനികൾ പറയുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താണ് ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നത്? അമ്മു ശരിക്കും ഏറ്റവും മുകളിൽ നിന്ന് ചാടിയതാണോ, അതോ തൊട്ട് താഴെയുള്ള അവരുടെ ഹോസ്റ്റലൊക്കെ വരുന്ന, മുറികളൊക്കെ വരുന്ന നിലയിൽ നിന്ന് ഒരു ഉന്തും തള്ളും ഉണ്ടായിട്ട് ഈ പെൺകുട്ടികളെ ഉന്തി തള്ളി താഴ്ത്തിട്ടതാണോ എന്നുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം. ഈ ഹോസ്റ്റൽ വാർഡനായിട്ടുള്ള സുധാമണിയെ ചോദ്യം ചെയ്യണം. അവരെന്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മറയ്ക്കുന്നു?
അവിടുത്തെ പിള്ളേർക്കൊക്കെ പച്ചവെള്ളം പോലെ അറിയാവുന്ന, എന്തിനേറെ പറയുന്നു പ്രിൻസിപ്പൾ അടക്കം ഒരു അന്വേഷണ കമ്മീഷനെ രൂപീകരിച്ച് കൃത്യമായിട്ട് ഈ പെൺകുട്ടികൾക്കെതിരെ നടപടി എടുക്കട്ടെ എന്ന് അമ്മൂരോട് ചോദിച്ചതല്ലേ, വിളിച്ചു വരുത്തി വാൺ ചെയ്തതല്ലേ. അപ്പോൾ എന്നിട്ടും ഇവർ പറയുന്നത് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് എന്തോ അറിയാം, ഹോസ്റ്റൽ വാർഡന് അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തത്ത പറയുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ മറ്റെന്തോ പ്രശ്നങ്ങളോ എന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള ദുരൂഹത ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽപ്പുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇനി ഒരു അമ്മുവോ ഇനി ഒരു സിദ്ധാർത്ഥനോ ആവർത്തിച്ചുകൂടാ. പലപ്പോഴും പീഡനങ്ങളെ തുടർന്ന് സഹിക്കാൻ പറ്റാതെ ജീവനെടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ വിഷയങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ റാഗിങ് കേസ് എന്നുള്ളത് 10,000-1 മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ പുറം ലോകത്ത്. കോളേജിലുള്ളവർക്കൊക്കെ അറിയായിരിക്കാം. ഇപ്പോൾ നമ്മളും കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്. എന്താണ് ഒരുപാട് കേരളത്തിലെ വിവിധ കോളേജുകളിലായിട്ട് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നമുക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട്. അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം അറിയാം. ഈ റാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് റാഗിങ് ഉണ്ടാകും. ഒന്നാമത്തത് ഒരുത്തനോട് ദേഷ്യം തോന്നി അവനെ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഉപദ്രവിക്കുന്ന ഒരിതുണ്ടാകാം അല്ലെ. മറ്റ് ഭൂരിഭാഗം കേസുകളിലും നിലനിൽക്കുന്നത് ഒരു സമ്പ്രദായമായിട്ടാണ്, ഒരു ട്രഡീഷൻ ആയിട്ടാണ് പല കോളേജുകളിലും നിലനിൽക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയേഴ്സ് വരുമോ അവരെ റാഗ് ചെയ്തിരിക്കണം. അതൊരു രസമാണ്, അതൊരു ഭയങ്കര ഹീറോയിസം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യണം? ഇവിടെ പല വിദ്യാർത്ഥികളും പേടിച്ചാണ് നിൽക്കുന്നതല്ലേ. ആ ഒരു വിദ്യാർത്ഥികളോടൊക്കെ പറയാനുള്ളത്, ഇവന്മാർ കാണിക്കുന്ന ഷോയൊക്കെ കോളേജിൽ മാത്രമുള്ള ഒന്നാണ്. പുറത്തിറങ്ങിയിട്ട് ഒരുത്തൻ ഡാന്ന് വിളിച്ചാൽ തിരിച്ച് എന്താടാന്ന് എഴുന്നേറ്റ് നിന്ന് ചോദിക്കാൻ ധൈര്യമില്ലാത്തവന്മാരായിരിക്കും. വയനാട് പൂക്കോട് സിൻജോ ജോൺസണൊക്കെ പോലെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പൂച്ചയെ പോലെ പെരുമാറുന്നവരാണ് ഇവിടെ വലിയ ദാത കളിക്കാൻ വരുന്നത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇവരുടെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവന്മാരൊക്കെ പേടിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവന്മാരുടെ കുടുംബം, ഇവന്മാരുടെ വിദ്യാഭ്യാസം. നിങ്ങൾ പ്രിൻസിപ്പാളിനോട് പോയിട്ട് ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കുക. റാഗിങ്ങുമായി ബന്ധപ്പെട്ടാണ് പരാതി കിട്ടുന്നതെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പാളിന് ഒരു നടപടി സ്വീകരിക്കാതെ നിർവാഹമില്ല. കൃത്യമായിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ച് അന്വേഷണം നടത്തിയിട്ട് അത് റിപ്പോർട്ട് സമർപ്പിച്ച് അതിന്മേൽ നടപടിയെടുക്കും. മറ്റെന്തെങ്കിലും പരാതിയൊക്കെ ആണെങ്കിൽ പ്രിൻസിപ്പാളിന് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളൊക്കെയാണ് ആ ഒരു പ്രതിസ്ഥാനത്തുള്ളതെങ്കിൽ പ്രിൻസിപ്പാൾ ചിലപ്പോൾ കണ്ണടച്ചേക്കുമല്ലോ. പക്ഷേ റാഗിങ്ങിന്റെ വിഷയത്തിൽ പ്രിൻസിപ്പാളിന് നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ല. ഇനി ക്രൂരമായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഒരുപാട് പ്രോട്ടോക്കോൾ ഉണ്ട് ഇതിന്. അപ്പോൾ റാഗിങ് നിങ്ങൾ റാഗിങ്ങിന് ഇരയായോ, നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ആദ്യം ചെയ്യാനുള്ളത് കോളേജിന്റെ പ്രിൻസിപ്പാളിനെയോ HOD ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുക. അത് രേഖാമൂലം എഴുതി തന്നെ റിപ്പോർട്ട് ചെയ്യുക. അതിന് തെളിവുണ്ടാകണം. അതൊരു ഫോട്ടോ എടുത്ത് കൈവശം വച്ചേക്കണം. ഇതിൽ യാതൊരുവിധ ഒന്നും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. അവനൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂച്ചയെ പോലെ പെരുമാറുന്നവരാണെന്ന് ഓർത്തോളൂ. ഒരു ധൈര്യവും ഇല്ലാത്ത വെറും അതുകൊണ്ടാണല്ലോ ഫസ്റ്റ് ഇയർ വരുന്ന ഈ പാവപ്പെട്ട പിള്ളേരെ കയറി റാഗ് ചെയ്തിട്ട് എന്തോ ഹീറോയിസം ആണെന്നുള്ളത് ചിന്തിക്കുന്നത്. അവനൊക്കെ അത്രയേ ഉള്ളൂ. സേ നോ ടു റാഗിങ്. റാഗ് ചെയ്യരുത്, റാഗ് ചെയ്യപ്പെടാൻ അനുവദിക്കരുത്. മറ്റൊരു വിദ്യാർത്ഥി റാഗിങ് ഇരയാകുന്ന വിവരം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അറിയിക്കുക. ഇനി കോളേജ് മാനേജ്മെന്റിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? മറ്റൊന്നുമല്ല, ഇവിടെ കാണുന്ന ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. റാഗിംഗ് ഒക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു നമ്പറാണ്. ടോൾ ഫ്രീ ആണ്, കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു നമ്പറാണ്. അപ്പോൾ ഇതിൽ വിളിച്ച് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. കൃത്യമായിട്ട് നടപടി വന്നോളൂ. ഇങ്ങനത്തെ സെല്ലുകളുടെയൊക്കെ ഒരു സ്പെഷ്യാലിറ്റി എന്തെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് നമ്മളൊരു കാര്യം ഇൻഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റ് റൂട്ടിലൂടെ വിടാതിരിക്കാനും അവർക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനെപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ അടുത്തൊരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു സംഭവം അറിയിക്കുന്നതിനേക്കാൾ നല്ലത് 100 എന്നൊരു നമ്പർ വിളിച്ച് സംഭവം അറിയിക്കുന്നത്. കാരണം പോലീസിന്റെ കൺട്രോൾ യൂണിറ്റിലേക്കാണ് പോകുന്നത്, കൺട്രോൾ റൂമിലേക്കാണ് പോകുന്നത്. കൺട്രോൾ റൂമിൽ നിന്നാണ് നമ്മുടെ ലോക്കൽ സ്റ്റേഷനിലേക്ക് ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോക്കൽ സ്റ്റേഷനിലെ പോലീസുകാർക്ക് കൃത്യമായിട്ട് ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ചാനൽ കൂടെ ആ ഒരു കംപ്ലൈൻറ്റ് പോവുകയും ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്ക് ഇനിയൊരു അമ്മുവോ ഇനിയൊരു സിദ്ധാർത്ഥനോ ആവർത്തിച്ചുകൂടാ. നമ്മൾ ഇത്രത്തോളം സാക്ഷരത ഉണ്ട് എന്ന് പറയുന്ന കേരളത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എത്ര പരിതാപകരമായിട്ടുള്ള കാര്യമാണ്. അതും അമ്മുവിൻ്റെ വിഷയത്തിൽ നോക്കണേ, കുറച്ച് നാൾക്കുള്ളിൽ മാലാഖമാർ എന്ന് നമ്മൾ വിളിക്കുന്ന വ്യക്തിത്വങ്ങളായിരുന്നു അവര് അല്ലേ. അവർ പിടിക്കപ്പെട്ടതും നന്നായി. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, അവർ രോഗിയോടൊക്കെ എത്ര ക്രൂരമായിട്ടായിരിക്കും പെരുമാറുന്നത്. എല്ലാ രോഗികൾക്കും ഒരുപോലെയല്ല. ചില രോഗികൾക്ക് ഭയങ്കര ശാരീരിക അവശതകൾ കാണും. ചിലപ്പോൾ അവർക്ക് യൂറിനേഷനും മറ്റുമൊക്കെ ആയി ബന്ധപ്പെട്ട് ഒക്കെ സഹായങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ. അവരോടൊക്കെ എത്ര പുച്ഛത്തോടെയും പരിഹാസത്തോടെയും എത്ര വെറുപ്പോടെയും ഒക്കെ ആയിരിക്കും ഈ 3 രാക്ഷസികൾ പെരുമാറിയേനെ. അപ്പോൾ ഇതാണ് പറയുന്നത്, നമ്മുടെ ഇടയിൽ ഒരുപാട് നീച സ്വഭാവമുള്ള വ്യക്തികളും ഒക്കെ ജീവിക്കുന്നുണ്ട്. അവരെ തിരിച്ചറിയുക, അവരെ കണ്ടെത്തുക, അവരെ ഒറ്റപ്പെടുത്തുക, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക. ഇത്രയുമൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വിശ്വേഷൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.